ഹലോ ഗായ്സ്, അങ്ങനെ 2.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ചണ്ഡീഗഡ് എത്തിയിട്ട് രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആവാൻ ചെന്നപ്പോഴേക്ക് അവിടെ നിറച്ച ആൾക്കാർ. ഫ്രഷപ്പ് ആയതിനു ശേഷം ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ നിന്ന് സെക്ടർ 43ക്കുള്ള ബസ് പിടിക്കാനാണ് എൻ്റെ പ്ലാന്. ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 30 രൂപയാണ്. മണാലിക്ക് കൂടുതലും ബസ് കിട്ടുന്നത് ഈ സെക്ടർ 43 എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ചണ്ഡീഗഡിൽ നിന്നും മണാലി വരെ 664 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് HRTCക്കാണ് കേട്ടോ. പകൽ സമയത്തെ യാത്ര ആയത് കാരണം നല്ല ചൂടായിരുന്നു. അതുമല്ല, അത്യാവശ്യം ചെറിയ സീറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ചൂടെടുക്കുന്നുള്ളൂ. ഞാനത് കാരണം സൈഡിൽ ഗ്ലാസ് മറച്ചു വെച്ചതിന് ശേഷമാണ് അവിടെ ഇരുന്നത് തന്നെ. ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല, എനിക്ക് മാത്രം. ഉച്ചഭക്ഷണം കഴിക്കാനും അതുപോലെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ബസ് 2-3 സ്റ്റോപ്പുകൾ നിർത്തുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലൊന്നും അല്ല മണാലി വരെ പോയത്. മണാലി എത്താറാവുമ്പോഴേക്കും നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. കുറേയധികം റിസോർട്ടുകൾ, ഇതുപോലുള്ള ബലൂൺസ്, അങ്ങനെ ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യും. ഏകദേശം 6 മണിയായപ്പോൾ തന്നെ ഞാൻ മണാലിയിലെത്തിയിരുന്നു. മണാലി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് മാൾ റോഡ് കാണുന്നത്. നേരെ മാൾ റോഡിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഹഡിംബ ടെമ്പിൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ഹഡിംബ ടെമ്പിളും അതുപോലെ തന്നെ അവിടുത്തെ പരിസരമൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ NSS ക്യാമ്പിലുണ്ടായിരുന്ന ജയരാജിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. ഇന്ന് ജയരാജിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെയാണ് ഞാൻ കാസയ്ക്ക് പോകുന്നത്. ലാസ്റ്റ് ടൈം മണാലി വന്നപ്പോഴും ഞാൻ അവൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. ചെന്നപാടെ ഫ്രഷപ്പായി നേരെ ഫുഡ് കഴിക്കാൻ ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് കഥ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല. ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ഒന്ന് പ്ലാൻ ചെയ്യുന്നത് തന്നെ, നാളെ എങ്ങനെ സ്പിറ്റി വാലിയിലേക്ക് പോകും എന്നുള്ളത് തന്നെ. വളരെയധികം ബൈക്ക് റെന്റിന് വിളിച്ചു ചോദിച്ചു. ബൈക്ക് റെന്റ് നല്ല റേറ്റ് ആയത് കാരണം ബൈക്ക് വേണ്ടെന്ന് തീരുമാനത്തിലെത്തി. അവസാനം ഞാൻ ട്രാവലറിൽ പോകാന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ട്രാവലറുകാരനെ വിളിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നല്ലൊരു ഉറക്കം ഉറങ്ങാൻ ഞാൻ തീരുമാനിച്ചു.